വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു നേച്ചർ വാക്കിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. യാത്രക്കുട്ടി മുടി കെട്ടിയത് കാണിച്ചു തരികയാണ് കേട്ടോ. എങ്ങനെയുണ്ട് യാത്രക്കുട്ടിയുടെ ഹെയർ സ്റ്റൈല്? അടിപൊളിയായിട്ടുണ്ടോ? പാലക്കാട് വെച്ചിട്ടായിരുന്നു കേട്ടോ ഇത് സോഷ്യൽ 9 എന്ന പേരിലുള്ള ഒരു ഇൻസ്റ്റാ പേജ് അവർ നടത്തുന്ന ഒരു ചെറിയൊരു പ്രോഗ്രാമായിരുന്നു. പെട്ടെന്നാണ് കേട്ടോ ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ കുറിച്ച് അറിഞ്ഞത്. പിന്നെ ഇവർ മാർച്ചിലൊരു ഹോളി പാർട്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു അടിപൊളി പാർട്ടി തന്നെയായിരുന്നു കേട്ടോ. ഇത് സോഷ്യൽ 9ഉം ഡെക്കാത്തലും കൂടി ചേർന്ന് നടത്തുന്നൊരു പ്രോഗ്രാമായിരുന്നു കേട്ടോ. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നിലീഡ് കോളേജിൻ്റെ അവിടെ നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ചെറിയ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് മലകളും കുന്നുകളും കോറികളും ഇതൊക്കെ നമ്മൾ ആസ്വദിച്ച് അങ്ങനെ നടന്നു. അപ്പോൾ ഇവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമുക്ക് 2-3 ടാസ്ക് തന്നു കേട്ടോ. എന്തോ ഇങ്ങനെ ഗ്രീൻ കളർ യെല്ലോ കളറുള്ളത് കളക്ട് ചെയ്യാൻ, അങ്ങനെ ഇങ്ങനെ കുറച്ച് ടാസ്ക് തന്നു. പിന്നെ കല്ല് കളക്ട് ചെയ്യാൻ, സ്മെല്ലുള്ള എന്തെങ്കിലും കളക്ട് ചെയ്യാൻ. പക്ഷേ ഇത് വെച്ച് എന്താ ചെയ്യാമെന്ന് അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്താണെന്നറിയാത്തതുകൊണ്ട് ഞാനും യാത്രക്കുട്ടിയും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അവൾ കല്ല് ഇങ്ങനെ ഇതമ്മേ കല്ല് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഓരോ കല്ലുകളൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തന്നു. ആണോ? എവിടെ നോക്കട്ടെ. സുന്ദരി കല്ല് കേട്ടോ. ഞങ്ങളുടെ ഈ പ്രോഗ്രാമിൽ ഏറ്റവും കുട്ടിയായിട്ടുള്ള കുട്ടി യാത്രക്കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ നല്ല ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവൾ അത്യാവശ്യം ഇതൊരു 2 കിലോമീറ്ററിനേക്കാളും കൂടുതൽ ഞങ്ങൾ നടന്നിട്ടുണ്ട്. അതിലെങ്ങനെയും അവൾ ഒരു 1 കിലോമീറ്ററിനേക്കാളും കൂടുതൽ എന്തായാലും യാത്രക്കുട്ടി നടന്നു. ലാസ്റ്റ് ആയപ്പോൾ മാത്രമാണ് അവൾ എടുക്കാൻ പറഞ്ഞത്. കാരണം അപ്പോഴേക്കും ഉച്ചയും അവൾക്ക് വിശന്നു. അതുകൊണ്ടൊക്കെയാണ് കേട്ടോ അവൾ എടുക്കാൻ പറഞ്ഞുള്ളൂ. അതുവരെ അവൾ നല്ല എക്സൈറ്റഡ് ആയിട്ട് എല്ലാതും കളക്ട് ചെയ്തിട്ടും ഓരോന്ന് ആസ്വദിച്ചിട്ടും പിന്നെ കുഞ്ഞു ഇതുപോലെ വെള്ളങ്ങളൊക്കെ കാണുമ്പോൾ അതിലൊക്കെ അവൾക്ക് ചവിട്ടി നടക്കാൻ നല്ല ഇഷ്ടമാണ്. തൊട്ടോ കുഞ്ഞു കാലുകൊണ്ട് ഇട്ടോ കൈ മുഴുവൻ അത് ഇലയണേ ചെടിയാണ്. പിന്നെ അവൾ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയത് എന്താണെന്ന് വെച്ചാൽ തൊട്ടാവാടി ഉണ്ട്. അപ്പോൾ അവളത് ആദ്യമായിട്ടാണ് തൊട്ടാവാടി കാണുന്നതും തൊടുന്നതും. അവൾക്ക് നല്ല സന്തോഷം. ആദ്യമൊക്കെ അവൾക്ക് നല്ല പേടി തോന്നി. പിന്നെ അവൾ തൊട്ട് നോക്കിയപ്പോൾ പിന്നെ അവൾ അവിടെ നിന്ന് വരുന്നേ ഇല്ല, തൊട്ടോണ്ടേ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ ഒരു തോടിൽ ഇങ്ങനെ കല്ല് പെറുക്കുന്നുണ്ട്. അപ്പോൾ യാത്രക്കുട്ടിക്ക് അവിടെ പോയി കല്ല് പെറുക്കണം എന്ന് പറഞ്ഞിട്ട് യാത്രക്കുട്ടി കല്ല് പെറുക്കണം കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഞങ്ങൾക്ക് അവിടെ അവർ പോകുന്ന വഴിക്ക് ഒരു വീട്ടിലൊരു എനർജി ഡ്രിങ്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെക്കാത്തലോൺ നടത്തുന്നതാണ്. പിന്നെ നടക്കാൻ തുടങ്ങി കുറച്ചായപ്പോഴേക്കും മഴ പെയ്തു. അപ്പം പിന്നെ റെയിൻ കോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ അതൊക്കെ ഇട്ട് ഞങ്ങളിങ്ങനെ നടന്നു. ശരിക്കും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാനൊക്കെ ചെറിയ കുട്ടിയാകുമ്പോൾ ഞങ്ങൾ സ്കൂൾ പൂട്ടുമ്പോൾ ഞാനും ഏട്ടനൊക്കെ ഇങ്ങനെ പാടത്തൊക്കെ പോയി മീൻ പിടിക്കുക, അങ്ങനെ തോട്ടിൽ കളിക്കുക, അങ്ങനെയൊക്കെ കുറേ ചെയ്തിട്ടൊക്കെ ഉണ്ട്. കുഞ്ഞു തോട്ടിട്ട് വലിയ തോടൊന്നുമില്ല. ശരിക്കും ഞങ്ങൾ നടന്ന് കുറച്ചൊക്കെ ആയപ്പോഴേക്കും ലാസ്റ്റ് ആയപ്പോഴേക്കും ക്ഷീണമായി കേട്ടോ. അവരവിടെ നമുക്ക് ആ ലീഡ് കോളേജിൽ തന്നെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. യാത്രക്കുട്ടി ഫുഡ് നല്ല കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ അവൾ ഒന്നും കൂടി എന്തൊക്കെ കാണിച്ചു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഫാം ഉണ്ടായിരുന്നു. ആ ഫാമിൽ നമുക്ക് കുറച്ച് ഗെയിംസൊക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് നടന്നിട്ടും പോവാം. പക്ഷെ ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ പോയത്. ലാസ്റ്റ് ഞങ്ങൾ നടന്ന് കുറച്ച് അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും അവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് എന്തിനാണ് ഇവർ ഇത്രയും സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ പറഞ്ഞത്. കഴിഞ്ഞ് വേറെ നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഈ കാണുന്ന ഫുള്ള് ഞാനും യാത്രക്കുട്ടിയും കൂടി കളക്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ യാത്രക്കുട്ടിക്ക് ആദ്യമായിട്ട് പെയിന്റ് അടിക്കാൻ കിട്ടിയ ഒരു അവസരമാണ് കേട്ടോ. അവളത് നല്ലപോലെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രസ്സിലൊക്കെ ആകുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ആക്കിയില്ല. അവളെ എൻജോയ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ യാത്രക്കുട്ടിക്ക് അവിടെ നിന്ന് ഒരു കുഞ്ഞു കൂട്ടുകാരനെ കിട്ടി. ഇതാണ് കേട്ടോ യാത്രക്കുട്ടിയുടെ കൂട്ടുകാരൻ. അവളുടെ അടുത്തേക്ക് ഇങ്ങനെ ഓടി വരായിരുന്നു. കുഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മുടെ അടുത്തേക്ക് വരുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ യാത്രക്കുട്ടിയുടെ അടുത്തേക്കാണ് വരുന്നുണ്ടായിരുന്നു. അവൾക്ക് തൊടാനൊക്കെ പേടിയാണ്.
എന്നാൽ തൊടണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മളതിനെ കളിപ്പിച്ചു. പിന്നെ അവർ കുറേ ഗെയിംസൊക്കെ നടക്കുന്ന സമയമായിരുന്നു കേട്ടോ ഇത്. ഞങ്ങളൊരു സെക്കൻഡ് റൗണ്ടോ തേർഡ് റൗണ്ടൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഔട്ടായി. അപ്പോഴേക്കും യാത്രക്കുട്ടിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. യാത്രക്കുട്ടി എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങാം കേട്ടോ. അവിടെ അപ്പുറത്ത് ഓരോ ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ട് മഴയും പെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ ഇങ്ങനെ ഒരു ഷെഡിൽ വന്നിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ക്യാമ്പ് ഫയർ നടത്താമെന്നൊക്കെ വിചാരിച്ച് അവർ സെറ്റ് ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷേ മഴ കാരണം അത് സെറ്റായില്ല, കത്തിയില്ല. പിന്നെ അവിടെ ഇരുന്ന് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ യാത്രക്കുട്ടി ഡാൻസൊക്കെ കളിച്ചു. പിന്നെ അവിടെ നിന്ന് അവർ ഓരോ ചെറിയ ഗെയിംസ് ഇങ്ങനെ എന്തൊക്കെയോ ഗെയിംസൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ അന്താക്ഷരി പോലെയൊക്കെ അറേഞ്ച് ചെയ്തു. അങ്ങനെ അന്നത്തെ ദിവസം ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.